നമ്മളെ ഈ കാലാവസ്ഥയിൽ കായ്ക്കാത്ത ഫ്രൂട്ട്സുകളാണ് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ലിച്ചി, ഓറഞ്ച്, ആപ്പിള്, കിവി, പെർസിമൺ എന്ന കാക്ക ഫ്രൂട്ട്, സബർജല് വെറൈറ്റികൾ, പിയർ ഫ്രൂട്ട്, പീച്ച്, ആപ്രിക്കോട്ട്, ജെയ്ത്തൂങ്കായ് തീർച്ചയായിട്ടും കായ്ക്കൂല. ഈ സാധനങ്ങളൊന്നും നമ്മളിവിടെ കായ്ക്കൂല. ആളുകൾ ഇപ്പോൾ അത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ പട്ടണടക്കാവ് മൊയ്തീൻ ഖാൻ്റെ ഫാമിലാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഇവിടെ എപ്പോഴും ചെയ്യുന്നത് സെയിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. കാരണം റേറ്റോ കാര്യങ്ങളോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ പ്രതീക്ഷിച്ച് ആരും തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണണ്ട. പൊതുവേ നമ്മൾ ഇവിടുന്ന് ചെയ്യാറുള്ളത് ഇവിടുന്ന് കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. കാരണം ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് മൊയ്തീൻ ഖാൻ ഇവിടെ ഓരോ ഫ്രൂട്ട് തൈകളും വെച്ചിട്ടുള്ളത്. അതും 100% വിളവ് ലഭിക്കുന്ന ഫ്രൂട്ട് തൈകളാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ടുകളൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാം ടൂർ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തിറങ്ങണം, മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാവുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേ വളപ്പിൽ, മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണടക്കാവ് പറഞ്ഞ സ്വദേശമാണ്. എല്ലാ വീഡിയോയും ഞങ്ങൾ പറയലുണ്ട്, എന്നാലും ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ ഞങ്ങൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ലോങ്കൺ വെറൈറ്റികൾ, കായ്ച്ചു നിൽക്കുന്ന കുറച്ച് ലോങ്കൺ വെറൈറ്റികൾ, നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉള്ള അതിനെക്കുറിച്ചാണ് ഇന്ന് കൂടുതലായി പറയുന്നത്. പിന്നെ നമ്മുടെ അടുത്തൊരു ഉള്ളൊരു സപ്പോട്ട, ബനാന സപ്പോട്ട, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മളെ തായ്ലൻഡ് ബനാന സപ്പോട്ട, അതായത് ഇതേ മോഡൽ നിറയെ കൊല കുത്തി കായ്ക്കുന്ന ഒരു സപ്പോട്ടയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്തിരിക്കോല പോലെ നിൽക്കുന്ന അതാണ്. ഒരു തൈ ഉണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇതേ മോഡൽ തായ്ലൻഡ് ബനാന സപ്പോട്ട കേട്ടോ, മറ്റ് സാധല്ല, നട്ട് കഴിഞ്ഞാൽ നിറയെ കായുണ്ടാവും. ഇതിപ്പോൾ ഉണ്ടായി വരണേ ഉള്ളൂ, വലുതായിട്ടില്ല, മൂപ്പെത്തിയിട്ടില്ല. മൂപ്പെത്തി കഴിഞ്ഞാൽ അതിൻ്റെ രൂപം ഞാൻ കാണിച്ചാൽ അവിടെ വേറെ ഉണ്ട്, സൈസുള്ളതുണ്ട്. ചെറിയ സൈസ് അല്ലേ ഇത് വരുന്നത്? ഇത് ചെറിയ സൈസാണ്, ഇപ്പം ഉണ്ടായി വരികയാണ്. വലിയ സൈസ് മൂത്ത് കഴിഞ്ഞാൽ വലിയതാവും. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഏകദേശമൊക്കെ ആയ ഒരു സൈസ് ഞാൻ കാണിച്ചു തരാം, ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ പൊതുവെ ഇതിപ്പോ അത്യാവശ്യം നല്ല ഒരു കൊമ്പുമ്പോ തന്നെ ഒരുപാടുണ്ട്. നമ്മൾ ചക്കൊക്കെ വരുമ്പോ നമ്മൾ ചിലതൊക്കെ ഇടിച്ചിടാറുണ്ട്, അതായത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ടത് സപ്പോർട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോർട്ടൊക്കെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് എല്ലാ കൊമ്പിലും ഇതെല്ലാം വലുതായി വരും, കായകളെല്ലാം വലുതായി വരും. കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. തായ്ലൻഡ് ബനാന സപ്പോർട്ടിന്റെ പ്രത്യേകത ഉണ്ട്. ഇത് 360 ദിവസവും കായ്ക്കും. ഓൾ സീസൺ ആണ്. ഓൾ സീസൺ ആണ്. മാത്രമല്ല നല്ല ടേസ്റ്റും മധുരം ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിലേക്ക് വെക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ്. ഒരു വെറൈറ്റി, ഏറ്റവും നല്ല സപ്പോർട്ടയിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റി തായ്ലൻഡ് ബനാന സപ്പോട്ട, പിന്നെ തായ് കിങ്, തായ് ജംബോ എന്നൊക്കെ പറഞ്ഞ സപ്പോട്ട. ഇതിന്റെ ഉൾവശം എന്താ കളർ വരുന്നത്? ഉൾവശം ചെറിയ ഒരു റെഡ് വരും, ചെറിയ. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇപ്പൊ എത്ര വർഷമായതാ ഇരിക്കുന്നത്? ഇതിപ്പോ ഒരു 3 വർഷം കഴിഞ്ഞിരിക്കണ്. 3 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു പ്ലാന്റ്. നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അതായത് നിലത്ത് വെക്കണം എന്നില്ല, കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. സ്ഥലം ഇല്ലാത്തവർക്ക് ഇപ്പൊ നിലത്ത് വെക്കാൻ കഴിയൂല്ലോ. അപ്പൊ അവർക്കും വേണ്ട കൃഷി ചെയ്യാം. അപ്പൊ അവർക്ക് അതിനുള്ള ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസും വളങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇതേ മുകളിൽ കായ്ക്കും. ഓക്കെ, ചെറിയൊരു വളപ്രയോഗം ആവശ്യമാണ്. അതല്ലാതെ എല്ലാത്തിനും വേണമല്ലോ. നമ്മൾ നല്ലൊരു ശരീരമുള്ള ആളാവണമെന്ന് നല്ലപോലെ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ നല്ലപോലെ ശരീരം ഉണ്ടാവുക. അതായത് നിലത്ത് വെക്കുന്നതിനെക്കാട്ട് കൂടുതൽ ചെറിയൊരു പരിപാലന രീതി നമുക്ക് ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ നല്ല റിസൾട്ട് 100% തന്നെ നമുക്ക് ഇതിൽ റിസൾട്ട് കിട്ടും. അതല്ലാതെ അതവിടെ നട്ടുകൊണ്ടൊന്നും ചെയ്യാതിരുന്നാൽ ഇതേമാതിരി കായ്ക്കൊന്നുമില്ല. ഇതിൽ തന്നെ ഞാനിപ്പോൾ ഇതിന്റെ വലുതായത് ഞാൻ കാണിച്ചു തരുന്നത്, വലിപ്പം എത്ര വായ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ സപ്പോട്ട. ഇതിന്റെ ചെറിയൊരു മദർ പ്ലാന്റ് തന്നെയാണ് ഇതും. അതിന്റെ ഇത് ഇപ്പം പൂർണ്ണമായിട്ട് വളർച്ച എത്തിയിട്ടില്ല, കുറച്ചും കൂടി വലുതാവും. ഫുൾ സൈസിലേക്ക് ആവാൻ പോകുന്ന ഒരു ബനാന സപ്പോട്ട ഇതാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം കൂടി ഇത്ര ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതായത് നല്ല ഭംഗി ഉണ്ടാവും. നല്ല നമുക്ക് എനിക്ക് തോന്നണ ഒരു 10 കിലോന്റെ അടുത്ത് നമുക്ക് അയിമ തന്നെ കിട്ടുന്നുണ്ടാവും. ഇതൊരു ശരിക്കും ഒരു റംബുട്ടാൻ കായ്ച്ച മോഡലാണ് ഇപ്പൊ ഈ കായ്ച്ചു നിൽക്കുന്നത്. ശരിക്കും ഒരു റംബുട്ടാൻ വലട്ട പോലെ തന്നെ വല ഇട്ടിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ വലട്ടില്ലെങ്കിൽ വവ്വാലൊക്കെ ശരിയാക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വലട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിന് കുറച്ച് സമയം എടുക്കൂട്ടാ മൂത്ത് പഴുത്ത് കിട്ടണമെങ്കിൽ. ഓ, അങ്ങനെ ഉണ്ടല്ലോ. ബനാന സപ്പോട്ട പൊതുവെ സാധാ സപ്പോർട്ടിനൊക്കെ അത്ര എളുപ്പത്തിലാവൂല, കുറച്ച് സമയം എടുക്കും അല്ലേ? ഒരു 3 മാസം എന്തായാലും സമയം എടുക്കും. 3 മാസത്തിന് മേലെ സമയം എടുക്കും.
ഓക്കെ. ശരിക്കും മൂത്ത് പഴുക്കണമെങ്കിൽ ആ ഒരു 3 മാസത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വിളവെടുക്കാൻ പറ്റും. ഓക്കെ. നമ്മളെ തൊട്ട് മുന്നിൽ ഇവിടെ നമ്മളെ ഡ്രാഗൺ ഇരിക്കുന്നുണ്ടല്ലോ. ഡ്രാഗൺ മൾബറി, കംബോഡിയൻ മൾബറി, ഡ്രാഗൺ മൾബറി എന്നൊക്കെ പറയുന്നുണ്ട്. മൾബറിയിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള മോഡൽ അല്ലേ? പക്ഷെ മൾബറിയിൽ ഏറ്റവും ടോപ്പ് നമ്മളെ ബ്രസീലിയൻ മൾബറിയാണ്. ഓക്കെ. നമുക്ക് ഇവിടെ ഇവിടെ കാഴ്ച ഇത് വലിയ മദർ പ്ലാന്റ് ആണ്. ഇത് അതിന്റെ അടവണ്ണം നോക്ക്. ഇതാ 10 വർഷമൊക്കെ ആയ, ഏകദേശം 8 വർഷമൊക്കെ ആയ മരമാണ്. ഓക്കെ. ഇതിപ്പോ കായ് തുടങ്ങാൻ ആവണുള്ളൂ. കട്ട് ചെയ്ത് കൊടുക്കാണ്ട്. ഇതിൽ നമുക്ക് ഫ്രൂട്ട് ഉള്ളതുണ്ടോ കയ്യില്? ഫ്രൂട്ട് ഉള്ളത് ഇത് എവിടെതാ? ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ട്. ഇതെല്ലാം തന്നെയാണ്, ഇതിലൊക്കെ ഉണ്ട്. ഇതാ ഫ്രൂട്ട് ഉള്ളത്. ഇതാ ഫ്രൂട്ട് ഉള്ളത്. ഓക്കെ. ഈ സൈഡിൽ ഞാൻ കണ്ടു ഇത് ഫ്രൂട്ട് ആയി വരികയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതേപോലെ ചെറിയ ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. മൾബറിക്കൊക്കെ ചെറിയ ചട്ടിയാണ് നല്ലത്. പിന്നെ അതിന്റെ മരത്തിന്റെ വണ്ണത്തിനനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. പൂട്ട് വരണതാ, കായായി വരണുണ്ടല്ലേ? ഇത് കായായി വരുന്നുണ്ട്. ഈ മൾബറിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഫ് എപ്പോഴും നമ്മൾ കട്ട് ചെയ്തോണ്ടിരിക്കണം. അല്ല, കമ്പ് കട്ട് ചെയ്തോണ്ടിരിക്കണം. കമ്പ് കട്ട്, ലീഫ് പോലെ കമ്പന്നെ വേണം. ലീഫ് അല്ല, കമ്പന്നെ കട്ട് ചെയ്യണം. കമ്പന്നെ കട്ട് ചെയ്യണല്ലോ. കമ്പ് കട്ട് ചെയ്താലാണ് കായ്ക്കുക. നമ്മൾ പേടിച്ച് ടൈം തൊടണ്ട വിചാരിച്ച് കഴിയുമ്പോൾ തൊടാതെ കട്ട് ചെയ്യാതിരുന്നാൽ കായ്ക്കൂല. ഓക്കെ. അതാണ്. പിന്നെ ഇത് നമ്മുടെ ലോങ്ങിന്റെ കുറച്ച് വെറൈറ്റീസ് ഇവിടെ മുന്നിലിരിക്കുന്നുണ്ട്. കുറച്ച് വെറൈറ്റി ഒക്കെ നമ്മളടുത്ത് ഉണ്ട്, ഒക്കെ കുറെ കായ്ച്ചിട്ടുണ്ട്. ആളുകള് റെഡ് റൂബി ലോങ്ങണ്, അതേമാതിരി റെഡ് ലോങ്ങൺ എന്നൊക്കെ പറഞ്ഞ് നല്ല പേരൊക്കെ ഇട്ട് വിളിക്കുന്ന സാധനമാണിത്. നമ്മള് റെഡ് റൂബി നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 6 വർഷം മുമ്പേ നമ്മൾ ഇതിന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇത് നടണ്ട, നടണവർക്ക് നടാം, പക്ഷെ ഇതില് ഫ്ലഷ് ഒന്നുമില്ല, കഴിക്കാൻ പറ്റണില്ല. അപ്പൊ അതിപ്പോ ചില ആളുകൾ ഇപ്പൊ അത് നടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ 6 വർഷം മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇത് സീഡ് വലുതാണ് കഴിക്കാനൊന്നുമില്ല. പക്ഷെ ഉള്ള ഫ്രഷ് ഫ്ലേവറബിൾ ആണ്, നല്ല മധുരമുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ഇഷ്ടമുള്ളവർക്ക് നടാം, മറ്റുള്ളവർ നടണ്ട. പിന്നെ നമ്മൾ ഇത് മാത്രമാണോ ചെയ്തിട്ടുള്ളത്? അല്ല, ഇത് മൾട്ടിയാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ആണല്ലേ? മൾട്ടി അങ്ങോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ഇതിപ്പോ റെഡ് റൂബി ലോങ്ങണും വൈറ്റ് ലോങ്ങണും കൂടി ചെയ്തതാണ്. വൈറ്റുമിലും ആയിട്ടുണ്ടല്ലേ ഫ്രൂട്ട്? വൈറ്റുമൊക്കെ ഫ്രൂട്ട് ആയിട്ടുണ്ട്. പക്ഷെ ലോങ്ങണിലെ ഏറ്റവും ടോപ്പ് വൈറ്റ് ആണ്. ആ കാരണം പറയാൻ, അതിലൊരു കുരുമുളക് മണിന്റെ വലിപ്പമുള്ള സീഡാണുള്ളത്. ഫ്ലഷ് കൂടുതലും ചെറിയ കുരുമുളക് മണിന്റെ വലിപ്പമുള്ള കുരുവാണ്. ഇതിപ്പോ ആയിട്ടില്ല, ഉണ്ടായി വരണുള്ളൂ. നമ്മളിവിടെ വലിയ മദർ പ്ലാന്റ് ഉണ്ടായി കഴിഞ്ഞതാണ്. നമ്മളെ കഴിഞ്ഞ പാർട്ട് വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു. പക്ഷേ സീഡ് വലുതാണെങ്കിൽ ഇതുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഫ്ലഷ് നല്ല ടേസ്റ്റി ആണ് കേട്ടോ. ശരിക്കും അതിന്റെ ഇതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്ക്, ഒന്ന് എടുത്തിട്ട് ഒന്ന് നമുക്ക് ഇവിടെ ഇതുണ്ട് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പൊട്ടിച്ച് നോക്ക്, അതിന്റെ ഉള്ളിൽ എത്ര വലിപ്പമുള്ള കുരുവാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായിട്ടും. റൂബി ലോങ്കൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ. ഒന്നും ഉണ്ടാവില്ല, അതില് കുറവാണല്ലേ? പറ്റേ ഫ്ലഷ് ഉണ്ടാവില്ല. ശരിക്കും നമുക്ക് കഴിച്ചു നോക്കൊന്നും കയ്യേരി തൊലിച്ചൊക്കെ ഫ്ലഷ് തൊലിക്കാതെ തന്നെ ഇതിന്റെ സീഡ് കണ്ടോ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സീഡ് കാണാം, കാരണം അത്രത്തോളം സീഡാണ് ഇതുമ്മ നിൽക്കുന്നത്. ചെറിയൊരു ഫ്ലഷ് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല മധുരം കേട്ടോ. മധുരം ഉണ്ടാവും, നല്ല മധുരം. പക്ഷെ എന്താണ്, ഒന്നും കഴിക്കാനില്ല. കഴിക്കാനുള്ള വൈറ്റ് ആകെ ഈ സീഡുമെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലഷ് കാരണതാ ഇത്രത്തോളം ഫ്ലഷ് മാത്രമാണ് നമുക്ക് ഈ സീഡുമെന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെക്കണ്ട എന്ന് 100% പറയുന്ന ഒരു ഫ്രൂട്ട് ഒന്നല്ല കേട്ടോ. കാരണം നല്ല ഭംഗിയാണ്. നമ്മൾ വലിയ വില കൊടുത്ത് ഒരുപാട് അലങ്കാര ചെടികൾ നമ്മൾ വാങ്ങി വെക്കാറുണ്ട്. ആ ഒരു സ്ഥാനത്ത് ഇതൊക്കെ വെക്കുന്നത് ബെറ്റർ തന്നെയാണ്. കാരണം കുറച്ച് നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കും ചെയ്യാം. പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് കേട്ടോ, ഏത് ഫ്രൂട്ട് വെക്കണം വെക്കണ്ട എന്നുള്ളത്. അത് ചിലപ്പോൾ എൻ്റെ ടേസ്റ്റ് ആവില്ല ഈ വെക്കാൻ വാങ്ങുന്ന ആൾക്ക്. അപ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പ്ലാന്റുകൾ ഫ്രൂട്ടൊക്കെ കഴിച്ച് നോക്കിയിട്ട് വാങ്ങാൻ പറ്റുന്ന നഴ്സറികളിൽ പോയിട്ട് വാങ്ങാൻ മാക്സിമം ശ്രമിക്കുക. ഇതാണ് ബെയർ ആപ്പിൾ. ഇത്രയും വലിപ്പം ഉണ്ടാവും, ഇത്രയും സൈസ് വരും. ഇത്രയും സൈസ് വരും. ഇതാണ് ഗ്രീൻ ബെയർ ആപ്പിൾ. ഒരു ശരിക്കുള്ള ഒരു ആപ്പിള്. ഇത് പൊട്ടിച്ചെടുക്കണോ? നമുക്ക് കൊണ്ട് പൊട്ടിച്ചാലോ? ഇതാണ് ബെയർ ആപ്പിള്. ഇതിപ്പോ ഈ ഒരു റിസൾട്ട് നമുക്ക് എത്ര സമയം കൊണ്ട് കിട്ടിയതാ? ഇതൊരു 3 മാസം ആയിക്കണ്. 3 മാസം കൊണ്ട് 3 മാസമായി. ഇനി ഇത് അതിമ തന്നെ ഉണ്ടായി വരുന്നതാ. ഇത് ഗ്രീൻ അല്ലേ ഇപ്പൊ ഇതുണ്ടായി വരുന്നത്? അതേമാതിരി ഈ ഗ്രീൻ ആണ് ഇത് ഉണ്ടായി വരുന്നത്. ഈ ഒരു ഇതിന്ന് 3 മാസം ടൈം എടുക്കുമോ? ഈ ഇല ഇതേമാതിരിക്കായിരിക്കും, അതിന്റെ വലിയതിന്റെ ഇല വരുന്നത് ഇതേമാതിരിക്കായിരിക്കും. ഇവിടെ ഉണ്ടാവുന്നത് കണ്ടില്ലേ? വലിയ സൈസിലേക്ക് എത്താനാണ് 3 മാസം ടൈം. ഈ ഒരു സൈസിൽ ഇതിലേക്ക് എത്തും. അതിനാണ് 3 മാസം നമ്മൾ സമയം പറയുന്നത്. സമയം എടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം.
ഈ ഒരു സൈസാണ് ഇപ്പോൾ അതായി മാറിയത്. ഓക്കെ ഓക്കെ, ഈ ഒരു സൈസ് അടിപൊളി ട്ടോ. വലിയ ഒന്നും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ഇത് നോക്കണതാ, ഇത് പൊട്ടിച്ചൊന്നുമല്ല, അവിടെ ഉള്ളതന്നെയാണ്. ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ല. സംശയം, അത് നമ്മളെ പൊട്ടിച്ചെടുത്തതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. സെയിം ആപ്പിൾ തന്നെ. ഇതാണ് ഗ്രീൻ ബെയർ ആപ്പിൾ. ഇതിന് തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിങ് പോങ് ലോങ്കലിൽ തന്നെ വരുന്ന മറ്റൊരു വെറൈറ്റി, കുറച്ച് നല്ലൊരു വലിയ കായുള്ള വെറൈറ്റി. അത്യാവശ്യം ചെറിയ വലിയ സീഡൊന്നും അല്ല കേട്ടോ. ഈ റെഡിന്റെ അത്ര വലിപ്പമില്ല സീഡ്, വലിയ കായുമാണ്. ഡ്രമ്മിൽ തന്നെയാണ് നമ്മൾ, ചട്ടിയിലാണ്. ഒരു 20 ഇഞ്ചിന്റെ ചട്ടിയിലാണ്, 18 ഇഞ്ചിന്റെ 18 ഇഞ്ചിന്റെ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളിവിടെ മെജോറിറ്റി സാധനങ്ങളും ചട്ടിയിലാണല്ലോ, ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ തന്നെയാണ് ഇവിടെ കൂടുതലുള്ളത്. നിലത്ത് കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, നിർബന്ധമായിട്ടും നിലത്ത് നടേണ്ട ഫ്രൂട്ടുകൾ, നിർബന്ധമായിട്ടും നടേണ്ട ഫ്രൂട്ട്സ് തൈകളാണ് പ്ലാവ്, റംബുട്ടാന്, മാംഗോസ്റ്റിന്, അബിയു, റൊളീനിയം, ഒളാസാപ്പോ. ഇത്രയും ഫ്രൂട്ടുകൾ നിർബന്ധമായിട്ടും നിലത്ത് നട്ടാലേ നല്ലപോലെ കായ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അത് കൂടുതൽ കായ കഴിയുമ്പോൾ കിട്ടൂല. ഡ്രമ്മിലും ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് വളർച്ച എത്തൂല്ല, കായ കിട്ടൂല്ല. ഇതാണിപ്പോൾ ഡബിൾ ലോങ്ങൺ എന്ന് പറഞ്ഞത്. ലോങ്ങൽ തന്നെ ഡബിൾ ലോങ്ങൺ എന്ന് പറഞ്ഞ വെറൈറ്റി കുറച്ച് വലിപ്പമുള്ള കായാണ്. നമ്മളെ വൈറ്റിനെക്കാട്ടി വലിപ്പം വരും. വൈറ്റിനെക്കാട്ടി 2 ഇരട്ടി ഉണ്ട്. 2 ഇരട്ടി വരുന്നുണ്ടല്ലേ വലിപ്പമുണ്ട്. പിങ് പോങ്ങിന്റെ ഒക്കെ ഏകദേശം പിങ് പോങ്ങിന്റെ അതേ വലിപ്പത്തിൽ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇല വ്യത്യാസങ്ങളുണ്ട്. എല്ലാത്തിന്റെ ഇല ചെറുതായിട്ടൊരു വ്യത്യാസങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ ഇതിലൊക്കെ പല ചതികളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് കൊടുക്കുന്നതിലും അത് സെയിൽ ചെയ്യുന്നതിലൊക്കെ ഒരുപാട് ചതികൾ നടക്കുന്നുണ്ട്. അതിലിപ്പോൾ ഇതിൻ്റെ ഒക്കെ പെട്ടത് തന്നെ പറഞ്ഞില്ല. അപ്പോൾ ഈ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കാത്ത, അതായത് തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന എല്ലാ ഫ്രൂട്ടും ആളുകളോട് കളവ് കളവും പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കണില്ലേ, കായ്ക്കൊന്നും പറഞ്ഞിട്ട്. കായ്ക്കും ചിലപ്പോൾ അതിലുള്ള അതേ ടേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ മധുരമോ ആ ഷേപ്പോ ഒന്നും കിട്ടൂല. ഓറഞ്ച് കായ്ച്ചാൽ ഓറഞ്ചിന് മധുരമില്ല, ഞങ്ങളോട് നോക്കിയതാണ്. നമ്മളെ ഈ കാലാവസ്ഥയിൽ കായ്ക്കാത്ത ഫ്രൂട്ട്സുകളാണ് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ലിച്ചി, ഓറഞ്ച്, ആപ്പിള്, കിവി, പെർസിമൺ എന്ന കാക്ക ഫ്രൂട്ട്, സബർജൽ വെറൈറ്റികൾ, പിയർ ഫ്രൂട്ട്, പീച്ച്, ആപ്രിക്കോട്ട്, ജെയ്ത്തൂങ്കായ് തീർച്ചയായിട്ടും കായ്ക്കൂല. ഈ സാധനങ്ങളൊന്നും നമ്മളിവിടെ കായ്ക്കൂല. ആളുകൾ ഇപ്പോൾ അത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ വാങ്ങുന്നവർക്ക് വാങ്ങാം, മരം കാണാം, അല്ലാതെ കായ്ക്കൂല. കായ്ച്ചാൽ തന്നെ മധുരം ഉണ്ടാവില്ല. അതിപ്പോൾ നമ്മളിവിടെ 6-7 വർഷം മുമ്പ് തന്നെ ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതിന് എൻ്റെ വീഡിയോയിലുണ്ടാവും, രജിതിൻ്റെ വീഡിയോയിലുണ്ടാവും അറിയില്ല. അതിൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മരം കാണാം. അതേമാതിരി നമ്മളെ വീട്ടിൽ മുമ്പിൽ ഒരു ഓറഞ്ച് കായ്ച്ച് നിൽക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടി വേണമെങ്കിൽ വെക്കാം. പക്ഷെ മധുരം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വെക്കണ്ട. അതിന് നമുക്ക് നല്ലപോലെ അതിൻ്റെ ടേസ്റ്റും മധുരമൊക്കെ കിട്ടണമെങ്കിൽ കടയിൽ നിന്ന് ഓറഞ്ച് വാങ്ങി കഴിക്കാനേ വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഊട്ടിയോ കൊടൈക്കനാലോ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലോ വയനാട് ജില്ലയിലൊക്കെ പോയി താമസിച്ച് അവിടെ ഒരു മരം നട്ട് വളർത്തി കായ്ച്ച് അവിടെ നിന്ന് താമസിച്ചാൽ മതി. അപ്പോൾ പിന്നെ അവിടുന്ന് മധുരമൊക്കെ കിട്ടും. റൊളീനിയം എന്ന് പറഞ്ഞൊരു പഴമാണ്. അതായത് ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കുന്ന ഒരു പഴം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. ഗവേഷണത്തിലൊക്കെ തെളിഞ്ഞിട്ടാണ് പറഞ്ഞത്. വലിയ മരമാണല്ലോ ഇത്. വലിയ മരമാണ്. ഇതൊരു 3-4 വർഷം കൊണ്ട് ഏറ്റവും വലിയ മരമായി മാറും ചെയ്യും. നല്ലോണം കായ്ക്കും ചെയ്യും. ഇത് അതൊന്നുമല്ല, ഇവിടെ എല്ലാം കായുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ കായുണ്ട്. അതാ ഉള്ളിൽ സത്യം പറഞ്ഞാൽ നമുക്കാണ്ട് വീഡിയോന്റെ ക്യാമറ അവിടേക്ക് എത്തുന്നില്ല കേട്ടോ. കാരണം വലിയ മരമാണ് ഇത്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മരമാണ്. വലിയ മരമാണ്, നല്ലോണം കായും ഉണ്ട്. ഇത് 3 വർഷത്തെ റിസൾട്ട് ആണോ? ഇത് 3 വർഷത്തിന് ശേഷമുള്ള റിസൾട്ട് ആണ് ഇപ്പൊ ഇത്. 3-3.5 വർഷമായി, അത്ര ആയിട്ടുള്ളൂ. പ്രധാനമായിട്ട് ഇത് എന്തിനൊക്കെയാണ് മെയിനായിട്ട്? ഇത് പറഞ്ഞാൽ നമ്മളെ അസുഖങ്ങൾക്കൊക്കെ ഒരു പ്രതിരോധ ശേഷി കിട്ടും, ഇമ്മ്യൂണിറ്റി പവർ കൂടാനും. അതേമാതിരി ക്യാൻസർ ഉള്ളവർക്കൊക്കെ ഇതിന്റെ ചക്ക ചോദിച്ചറിഞ്ഞ് വരവുണ്ട്. ഈ ഒരു ആത്തച്ചക്കന്റെ മോഡലാണുള്ളത്, റൊളീനിയം എന്ന് പറഞ്ഞാൽ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അപ്പോൾ അവരെ ചോദിച്ച് വരവുണ്ട്. അതേമാതിരി ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അതേ ഗുണം തന്നെയാണ് ഇതിനും.